അവിടുത്തെ സ്വരം ശ്രമിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. കാലത്ത് പുനരുത്ഥാനം നിഷേധിക്കുന്ന സമുദായം ചിലർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ? സ്വീകരിച്ചു. അങ്ങനെ 7 പേരും സന്താനമില്ലാതെ മരിച്ചു. അവസാനം ആ സ്ത്രീയും മരിച്ചു. പുനരുത്ഥാനത്തിൽ അവൾ അവരിൽ ആരുടെ ഭാര്യയായിരിക്കും? അവൾ 7 പേരുടെയും ഭാര്യയായിരുന്നല്ലോ. യേശു അവരോട് പറഞ്ഞു, ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർത്തുന്നതിനും യോഗ്യനായവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല. നീ ശരിയായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. അവരോട് എന്തെങ്കിലും ചോദിക്കാം. പിന്നീട് അവർ ബോധപ്പെടുന്നില്ല. കർത്താവിന്റെ സുവിശേഷം. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, യുവജനങ്ങളെ, കുഞ്ഞുമക്കളെ, ഏറ്റവും സ്നേഹവും പ്രാർത്ഥനയുമുള്ള തീർത്ഥാടകരെ, ദേവാലയ സംഗീതത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ സിസിലിയുടെ തിരുനാൾ ദിനമാണെന്ന്. ഇന്നേ ദിനം നമുക്ക് ചിന്തിക്കുവാനായിട്ട് നൽകിയിരിക്കുന്ന വിഷയം ആമുഖത്തിൽ വളരെ സുന്ദരമായിട്ട് പറഞ്ഞു വെച്ചു.